വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബഹുമാന്യരായ അധ്യക്ഷരെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. ഇസ്ലാം മതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപാട് മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ്. അത് ലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മതമാണ് എന്നത് തന്നെയാണ് കാരണം. മനുഷ്യരെയും മറ്റ് സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും നൽകിയതാണ് ഇസ്ലാം മതം. ലോകത്ത് എത്ര തന്നെ മതങ്ങൾ ഉണ്ടായാലും ശരി, അള്ളാഹുവിന്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ് സംവിധാനിച്ചത്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിന്റെ സമ്പൂർണതയെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കി. ഇനി ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം പറയും പോലെ ഒരു പ്രത്യയ ശാസ്ത്രത്തിനും പറയാൻ സാധ്യമല്ലെന്ന് തന്നെ ഇസ്ലാമിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്നു. മനുഷ്യന്റെ ചലന നിശ്ചലനങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട്. മാത്രമല്ല, മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പരത്തി പറയുന്നില്ല. ലോകത്ത് എത്ര മതങ്ങളുണ്ടായാലും ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം അത് ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നും നാം മനസ്സിലാക്കുക. വിശുദ്ധമായ ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നബിദിന പ്രസംഗം 2. അറിവ്. ബഹുമാന്യരായ അധ്യക്ഷരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? ഏത് കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ്വ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു. അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. വഴിയിൽ പണ്ഡിതന്റെ കൈ പിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂടുന്നത് നമുക്ക് കാണാം. അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണില്ല. അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെക്കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. അറിവില്ലാത്തവൻ മരണപ്പെടുന്നതോടെ അവനെ ആളുകൾ മറന്നുപോകും. എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചതുകൊണ്ട് അറിവുണ്ടാകണമെന്നില്ല. അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം. കാര്യഗൗരവത്തോടെ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ്. അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കൂ. ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ്. നാമൊക്കെ കുട്ടികളാണ്. പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. ആർക്കോ വേണ്ടി പഠിക്കുകയാണ്. പലരും ഉമ്മ വഴക്ക് പറയുമോ, ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മളിൽ പലരും പഠിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കൊരിക്കലും പുരോഗതിയുണ്ടാവില്ല. മാത്രമല്ല, നമ്മെ ആദരിക്കപ്പെടുകയുമില്ല. ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നബിദിന പ്രസംഗം 3. കൂട്ടുകാർ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉസ്താദ് അവർകളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ആരും ഉണ്ടാവുകയില്ല.
ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതിയെന്ന് പറയാറുണ്ട്. കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന്? പഴമക്കാർ പറഞ്ഞതാണിത്. അനുഭവം തന്നെയാണ് അവരെ അങ്ങനെ പറയിപ്പിച്ചത്. കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിലും ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം. എങ്കിലേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാകൂ. മഹാനായ തിരുനബി തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു മുത്തുനബി തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നാമൊക്കെ പഠിച്ചിട്ടില്ലേ? അതെ, അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ കൂട്ടുകാർ. അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയം എന്നെ അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്നാണ് എന്റെ അപേക്ഷ. നല്ലവരെ കൂട്ടുകാരാക്കി നമുക്ക് ഉത്തമരായി തീരാം. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നബിദിന പ്രസംഗം 4. അസ്സലാമു അലൈക്കും. ഈ നിറഞ്ഞ വേദിയിൽ മനുഷ്യ സംസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് എന്റെ ലക്ഷ്യം. ഇതര ജീവികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് മനുഷ്യൻ. ബുദ്ധിയും ചിന്താശേഷിയുമാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. തിന്നുക, കുടിക്കുക, കുടുംബമായി കഴിഞ്ഞുകൂടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുഷ്യേതര ജീവികളിലെല്ലാം ഉണ്ട്. കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും പ്രവർത്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. ഇത്തരം കഴിവുകളുള്ള മനുഷ്യൻ കേവലം മൃഗതുല്യ ജീവിക്കാൻ പാടില്ലെന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവിന് നിർബന്ധമുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവൻ മനുഷ്യർക്ക് ചില നിയമവ്യവസ്ഥിതികൾ നിർമ്മിച്ചത്. എന്തു തിന്നണം, എങ്ങനെ പെരുമാറണം തുടങ്ങി എന്തിലും സൃഷ്ടാവ് ചില നിയമവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മനുഷ്യന്റെ സംസ്കാരം. തോന്നിയ പോലെ ഉണ്ണുകയും ഉറങ്ങുകയും ഭോഗിക്കുകയും ചെയ്യുക എന്ന സംസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നോക്കൂ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ചില സംസ്കാരങ്ങൾ നമ്മെ നാണിപ്പിക്കുന്നില്ലേ? നാൽക്കാലികളെപ്പോലെ നടന്നു തിന്നുന്നു ഒരു കൂട്ടർ. ആണേത് പെണ്ണേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം വസ്ത്രവും അണിഞ്ഞ് അങ്ങാടികളിൽ ഉലാത്തുന്നു മറ്റൊരു വിഭാഗം. വന്യജീവികളെപ്പോലും നാണിപ്പിക്കും വിധം തെരുവിൽ കൂത്താടുന്നു വേറൊരു കൂട്ടർ. ഇവരൊക്കെ മനുഷ്യർ തന്നെ എന്ന് പറയേണ്ടി വരുന്നല്ലോ എന്നോർക്കുമ്പോഴാണ് ദുഃഖം. ഞാൻ പറഞ്ഞു വന്നത് സാംസ്കാരികമായി മനുഷ്യർ എത്തിപ്പെട്ടിരിക്കുന്ന അപജയത്തെ പറ്റിയാണ്. വിദ്യാഭ്യാസ ഇല്ലായ്മയല്ല ഇതിൻ്റെയൊക്കെ കാരണം, മറിച്ച് മൂല്യവത്തായ ജ്ഞാനം അസ്തമിച്ചു പോയത് കൊണ്ട് മാത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന വിവേക വികാരങ്ങൾക്ക് വഴിമാറുന്ന പുത്തൻ കാലത്താണ് നാമൊക്കെ ജീവിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. സ്വന്തം ബുദ്ധി പണയം വെച്ച് കണ്ടവന്റെ പുളിച്ച സംസ്കാരം നാം പിന്തുടരാതിരിക്കുക. നമ്മുടെ മാതൃക പ്രവാചകരും പുണ്യപുരുഷന്മാരുമാണെന്ന് നാം ഓർക്കുക. അവരെ മാതൃകയാക്കി നമുക്ക് ഉത്തമ സംസ്കാരത്തിന്റെ ഉടമകളായി മാറാം. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നബിദിന പ്രസംഗം 5. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ വേദിയിൽ ഇസ്ലാമിക സൗഹാർദ്ദത്തെക്കുറിച്ച് ഞാനൽപ്പം പറയാം. വിശ്വാസികൾ പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് വിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. കൂട്ടുകുടുംബങ്ങളും അയൽപക്ക ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ചു വേണം സൗഹാർദ്ദങ്ങൾ ദൃഢമാക്കാൻ. ആരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലാതിരുന്നാൽ അതിന് സ്ഥാനമുണ്ടാകുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തിലായവർക്ക് അന്ത്യനാളിൽ പ്രത്യേക തണൽ ലഭിക്കും. സൗഹാർദ്ദങ്ങൾ സ്ഥാപിക്കുന്നതിന് മഹാനായ നബിതങ്ങള് ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നതായി ചരിത്രങ്ങളിൽ കാണാനാവും. പുണ്യപുരുഷന്മാരെ സന്ദർശിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നബിതങ്ങൾ സ്വഹാബക്കളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, ഇതര മതസ്ഥരോടും നമുക്ക് സൗഹാർദ്ദം വേണം. പക്ഷെ അത് നമ്മുടെ വിശ്വാസം പണയപ്പെടുത്തിയാവരുത്. രോഗികളെ സന്ദർശിക്കലും കഷ്ടപ്പാടുള്ളവരെ സഹായിക്കലും
സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. യഹൂദിയായ ഒരു കുട്ടി രോഗിയായി കിടന്നപ്പോൾ നബി തങ്ങൾ അവനെ കാണാൻ പോവുകയും അവനെ തലോടുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികർ സൗഹാർദ്ദത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നതായി കാണാം. ബന്ധുക്കളെ കാണലും അയൽവാസികളുടെയും മറ്റും വീടുകൾ സന്ദർശിക്കലും ഏറെ ആവേശത്തോടെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്തായി? സ്വന്തം കുടുംബക്കാരെ പോലും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അവസ്ഥയല്ലേ സമൂഹത്തിലുള്ളത്? അയൽപക്കത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് വിവരമറിയാൻ പത്രങ്ങൾ പരതേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? ആയതിനാൽ മഹാനായ നബിയെ നാം ഓർക്കുമ്പോൾ അവിടുന്ന് നിർദ്ദേശിച്ചതും കാണിച്ചു തന്നതുമായ സൗഹാർദ്ദങ്ങൾ നാം നിലനിർത്തുക. ആധുനിക സംവിധാനങ്ങളുടെ കാലത്ത് അവയൊന്നും കേവലം ഒരു ഫോൺ കോളിൽ ഒതുക്കി നിർത്തരുത്. ഇത്തരം വേദികൾ അതിനുള്ള പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.